അപ്പോൾ ശ്രീ പി ജെ കുര്യൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് എന്നോടൊന്ന് ചോദിക്കാം. ഈ വാർത്ത പ്രചരിപ്പിക്കുന്നതിന് മുമ്പ് മനസ്സിലായോ? അങ്ങനെ BJP-യിൽ ആരും എന്നെ സമീപിച്ചിട്ടുമില്ല. അങ്ങനെ സമീപിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥി ആവുകയുമില്ല. ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ഈ വാർത്തകളെല്ലാം തികച്ചും അവാസ്തവമാണ്, നുണക്കഥകളാണ്. മനസ്സിലായോ? BJP പത്തനംതിട്ട സീറ്റ് ഒഴിച്ചിടുന്നു. താങ്കൾ BJP-യുടെ മുതിർന്ന നേതാക്കളുമായി ഒരുപാട് അടുപ്പമുള്ള നേതാവാണ്. അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ കൂടി പരിഗണിച്ചായിരിക്കും ഒരുപക്ഷെ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയൊന്നുമില്ല എന്ന് തന്നെയാണോ? അല്ല, BJP സീറ്റ് ഒഴിച്ചിടുന്നത് എന്താണെന്ന് അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് BJP-യിലെ മുതിർന്ന നേതാക്കളോട് തന്നെയല്ല, CPM-ലെ മുതിർന്ന നേതാക്കളോട് നല്ല ബന്ധമുണ്ട്. ഞാൻ പേര് പറയാം. എറണാകുളത്ത് മത്സരിക്കുന്ന P. രാജീവ് എൻ്റെ നല്ല സുഹൃത്താണ്. സുരേഷ് കുറുപ്പ് എൻ്റെ നല്ല സുഹൃത്ത്, വളരെ നല്ല സുഹൃത്തുക്കളാണ് ഇവരൊക്കെ. ഞാനും സുരേഷ് കുറുപ്പിനോടും തമ്മിൽ മത്സരിച്ചെങ്കിലും ഞങ്ങൾ നല്ല സുഹൃത്ത്. BJP-യുടെ ജനറൽ സെക്രട്ടറി ശ്രീതാറാം യെച്ചൂരി എൻ്റെ നല്ല സുഹൃത്താണ്. അതിൻ്റെ അർത്ഥം ഞാൻ CPM-ൽ ചേരുമെന്നാണ്. BJP-യിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്, CPM-ലും സുഹൃത്തുക്കളുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നതുകൊണ്ട് ആ പോസ്റ്റ് നിഷ്പക്ഷത ഉണ്ടായിരിക്കേണ്ട പോസ്റ്റ് ആയതുകൊണ്ട് ഇവരോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ആ പാർട്ടിയിലെല്ലാം ചേരുമെന്നല്ല. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇപ്പോൾ താങ്കൾക്ക് കോൺഗ്രസിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നില്ല? മറ്റൊരു ചിന്ത, താങ്കൾക്ക് കോൺഗ്രസ്സുകാരനായി തന്നെ എല്ലാ കാലത്തും തുടരണം, അത് ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണോ? പിന്നെ ഇത്തരം ചോദ്യമല്ല അപ്രസക്തമാണ്. എന്നാലും ഞാൻ മറുപടി പറഞ്ഞേക്കാം. എനിക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം എന്നോട് ചോദിച്ചതാണ്. എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണ്ട എന്ന് പറഞ്ഞതാണ്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ്. ചാനലുകളോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം ആകാമായിരുന്നല്ലോ. ഞാനിവിടെ മത്സരിക്കുമായിരുന്നു, എനിക്ക് വേണമായിരുന്നെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പത്തനംതിട്ടയിൽ നിന്ന് സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് കൊടുക്കുന്നിടത്ത് എൻ്റെ പേര് ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞാണ് എൻ്റെ പേര് ഒഴിവാക്കിയത്. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം കിട്ടുമെങ്കിൽ പിന്നെ വേറെ പിന്നെ ഞാനും അതാ ചോദിക്കുന്നത്. ഈ മാധ്യമങ്ങൾ എന്താ ഈ ഇങ്ങനെയുള്ള കള്ളത്തരം പ്രചരിപ്പിക്കുന്നത്? മാധ്യമങ്ങൾ നിങ്ങളാ മറുപടി പറയേണ്ടത്. മാധ്യമങ്ങളതിന് മറുപടി പറയേണ്ടത് നിങ്ങൾ പറയണം. അത് ഞങ്ങൾ പ്രചരിപ്പിച്ചതിന് അടിസ്ഥാനം ഇന്നതാണ്, PJ കുര്യൻ ഇന്ന ആളുമായി ചർച്ച ചെയ്തു, നിങ്ങൾ പറ. മനസ്സിലായല്ലോ? എന്നോട് ചോദിച്ചാൽ എങ്ങനെ നോക്കും? നടക്കാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയുന്നത്? എനിക്കറിയാത്ത കാര്യം. ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടികയെല്ലാം പുറത്തു വന്നു. എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? UDF മികച്ച വിജയമാണോ, അതോ എന്തെങ്കിലും പരാതികളോ മറ്റോ ഉണ്ടോ സ്ഥാനാർത്ഥി പട്ടികയിൽ? അത് ഒരു പരാതിയുമില്ല. UDF നല്ല മികച്ച വിജയം, ഒന്നും സംശയമില്ല. കോൺഗ്രസ്സുകാരനായി തുടരും. എന്തോ തോന്നിവാസമാണ് ചോദിക്കുന്നത്? അത്ര ചോദ്യത്തിന് എന്ത് വാട്ട് നോൺസെൻസ് യു ആർ ആസ്കിങ്? ഇനി ഒരു പ്രസക്തി കോൺഗ്രസ്സുകാരനായി നിങ്ങളുടെ ചാനലൊക്കെ ആയിരിക്കാം. ഞാൻ കോൺഗ്രസ്സുകാരനായി തുടരുകയായിരുന്നു എവിടെയെങ്കിലും പറഞ്ഞു. പി ജെ കുര്യൻ സംസാരിക്കാൻ അദ്ദേഹത്തിന് ക്ഷോഭമുണ്ട്.